നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഓൺലൈൻ ഗെയിം പതിവാക്കുകയും പണം നഷ്ടമാവുകയും ചെയ്തതോടെ പിതാവ് മൊബൈൽ ഫോൺ പിടിച്ചു വാങ്ങിയതിന്റെ ദേഷ്യത്തിൽ വീട് വിട്ട +2 വിദ്യാർത്ഥി ശിവസൂര്യയ്ക്കായി SIT രൂപീകരിച്ച് അന്വേഷണം. കണ്ണൂർ കമ്മീഷണറുടെ നേതൃത്വത്തിലാണ് അന്വേഷണം ഊർജിതമാക്കിയത്. സംസ്ഥാനത്തിന് പുറത്തേക്കും അന്വേഷണ ഉദ്യോഗസ്ഥർ കുട്ടിയെ തെരഞ്ഞ് പുറപ്പെട്ടു. അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്ന് ബാലാവകാശ കമ്മീഷനും ആവശ്യപ്പെട്ടിട്ടുണ്ട്. വിദ്യാർത്ഥിയുടേതെന്ന് കരുതുന്ന കുറിപ്പ് വീട്ടിൽ നിന്ന് കണ്ടെത്തിയിരുന്നു. കാശിയിലേക്ക് പോകുകയാണെന്നും ഇനിയുള്ള കാലം അവിടെ കഴിഞ്ഞ് ദൈവത്തോട് അലിയുമെന്നാണ് കുറിപ്പിലുണ്ടായിരുന്നത്. ശിവസൂര്യയെ കാണാതായിട്ട് ഇന്ന് 9 ദിവസമായി. CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചുവെങ്കിലും യാതൊരു തുമ്പും പോലീസിന് ലഭിച്ചില്ല. ഇതുവരെ തലശ്ശേരി SP-യുടെ സ്ക്വാഡും ചൊക്ലി പോലീസ് നടത്തിയ അന്വേഷണത്തിൽ പുരോഗതി ഇല്ലാത്തതിനാലാണ് SIT രൂപീകരിച്ചത്. സ്നിഫർ ഡോഗുകളെ ഉപയോഗിച്ച് കുട്ടിയുടെ വീട്ടിൽ വീണ്ടും പരിശോധന നടത്തി. പോലീസ് നായകൾ മണം പിടിച്ച് പരിശോധിച്ചെങ്കിലും പോയ വഴി കണ്ടെത്താൻ കഴിഞ്ഞില്ല. 3000 രൂപയും 2 ജോഡി വസ്ത്രവും എടുത്താണ് ശിവസൂര്യ വീട് വിട്ടത്. SIT ഇപ്പോൾ രൂപീകരിച്ചതിന്റെ പ്രധാന കാരണങ്ങൾ സാധാരണ പോലീസ് അന്വേഷിച്ച് കണ്ടെത്താൻ കഴിയാത്ത വിധം ദുരൂഹമായ സാഹചര്യങ്ങൾ, അല്ലെങ്കിൽ കേസിൽ കൃത്യമായ മേൽനോട്ടം ഉറപ്പാക്കാൻ ഉയർന്ന റാങ്കിലുള്ള പോലീസ് ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തൽ, നീതി ഉറപ്പാക്കാനും അന്വേഷണം വേഗത്തിലാക്കാനും കോടതികളോ സർക്കാരോ നേരിട്ട് ഉത്തരവിടുന്നത്. ഇവിടെ ചെറുപ്പത്തിലെ അമ്മ നഷ്ടപ്പെട്ട ശിവസൂര്യ അച്ഛനൊപ്പമാണ് കഴിഞ്ഞിരുന്നത്. അമിതമായി മൊബൈൽ ഫോൺ ഉപയോഗിക്കുകയും ഓൺലൈൻ ഗെയിമുകൾ പതിവായി കളിക്കുകയും ചെയ്തിരുന്ന ശിവസൂര്യയ്ക്ക് ഗെയിമിംഗ് വഴി പണം നഷ്ടമായിരുന്നു. തുടർന്ന് അച്ഛൻ ഫോൺ പിടിച്ചു വെച്ചതിലുള്ള മനോവിഷമത്തിലാണ് ഓഗസ്റ്റ് 7 ഉച്ചയ്ക്ക് 1 മണിയോടെ കുട്ടി വീട് വിട്ടിറങ്ങിയത്. വീട്ടിൽ ആരുമില്ലാത്ത സമയത്തായിരുന്നു സംഭവം. വീട്ടിൽ നിന്ന് 2 ജോഡി വസ്ത്രങ്ങളും 3000 രൂപയുമായാണ് ശിവസൂര്യ ഇറങ്ങി തിരിച്ചത്. തുടർന്ന് വീട്ടിൽ നിന്ന് ലഭിച്ച കത്തിലാണ് കാശിയിലേക്ക് പോവുകയാണെന്നും ശിഷ്ടകാലം ദൈവഭക്തിയിൽ കഴിയുമെന്നും എഴുതി വെച്ചിരുന്നത്. എന്നാൽ 9 ദിവസം പിന്നിട്ടിട്ടും വിദ്യാർത്ഥിയെ കണ്ടെത്താൻ കഴിയാത്തത് കുടുംബത്തെയും നാടിനെയും ഒരുപോലെ തീരാ ആശങ്കയിലാഴ്ത്തിയിട്ടുണ്ട്. കുട്ടിയെ കണ്ടെത്താനായി പ്രദേശത്തെയും സമീപ പ്രദേശങ്ങളിലെയും CCTV ദൃശ്യങ്ങൾ പോലീസ് പല ആവർത്തി വിശദമായി പരിശോധിച്ചു. വീട് വിട്ടിറങ്ങിയ ഉച്ച സമയത്തെയും തുടർന്നുള്ള മറ്റ് സമയങ്ങളിലെയും ദൃശ്യങ്ങൾ നിരീക്ഷിച്ചെങ്കിലും ശിവസൂര്യ എങ്ങോട്ടാണ് പോയത് എന്നതിനെക്കുറിച്ച് സൂചനകളൊന്നും ലഭിച്ചില്ല. തുടർന്ന് തലശ്ശേരി റെയിൽവേ സ്റ്റേഷൻ ഉൾപ്പെടെയുള്ള പ്രധാന യാത്രാ കേന്ദ്രങ്ങളിലെ ദൃശ്യങ്ങളും പരിശോധിച്ചുവെങ്കിലും ഫലമുണ്ടായില്ല. അന്വേഷണത്തിന്റെ ഭാഗമായി പോലീസിന്റെ സ്നിഫർ ഡോഗുകളെ എത്തിച്ച് ശിവസൂര്യയുടെ വീട്ടിലും പരിസരങ്ങളിലും പരിശോധന നടത്തിയിരുന്നു. നായകൾ മണം പിടിച്ച് കുറച്ചു ദൂരം ഓടിയെങ്കിലും പോയ വഴി വ്യക്തമായി കണ്ടെത്താൻ സഹായിക്കുന്ന തെളിവുകളൊന്നും ലഭിച്ചില്ല. പാലക്കാട് ഒറ്റപ്പാലത്ത് രൂപസാദൃശ്യമുള്ള കുട്ടിയെ കണ്ടതായി വിവരം ലഭിച്ചതിനെ തുടർന്ന് അന്വേഷണം നടത്തിയെങ്കിലും അത് വ്യാജമാണെന്ന് വ്യക്തമായി. സാധാരണ പോലീസ് സ്ക്വാഡുകളുടെ അന്വേഷണം എങ്ങും എത്താത്ത പശ്ചാത്തലത്തിലാണ് കൂടുതൽ ഊർജിതമായ അന്വേഷണത്തിന് SITയെ രംഗത്തിറക്കാൻ തീരുമാനിച്ചത്. പ്രാദേശിക CCTV ദൃശ്യങ്ങളിൽ സൂചനയില്ലാത്തതിനാൽ അടുത്തുള്ള പ്രധാന ഇതര സംസ്ഥാന നഗരമായ മൈസൂരുവിലേക്കും അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട്. ഇതിനായി അന്വേഷണ ഉദ്യോഗസ്ഥർ അടങ്ങുന്ന പ്രത്യേക സംഘം സംസ്ഥാനത്ത് നിന്ന് പുറത്തേക്ക് പുറപ്പെട്ടു കഴിഞ്ഞു. ശിവസൂര്യയെ കണ്ടെത്താൻ അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്നും സംസ്ഥാന ബാലാവകാശ കമ്മീഷനും പോലീസിന് കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ബാലാവകാശ കമ്മീഷൻ അധ്യക്ഷൻ KV മനോജ് കുമാർ ശിവസൂര്യയുടെ വീട്ടിലും ചൊക്ലി പോലീസ് സ്റ്റേഷനിലും നേരിട്ടെത്തി കേസിന്റെ പുരോഗതി വിലയിരുത്തി. നിലവിൽ പോലീസിന്റെ അന്വേഷണത്തിൽ തൃപ്തിയുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തു. അതേസമയം സംഭവത്തിൽ ചൊക്ലി രാമവിലാസം ഹയർ സെക്കൻഡറി സ്കൂളിൽ PTA യോഗം ചേർന്ന് സ്ഥിതിഗതികൾ വിലയിരുത്തി. കുട്ടിയെ കണ്ടെത്തുന്നതിനായി സമഗ്രമായ അന്വേഷണം നടത്തണമെന്ന് കൂടുതൽ മേഖലകളിലേക്ക് തിരച്ചിൽ വ്യാപിപ്പിച്ച് ശിവസൂര്യയെ എത്രയും വേഗം കണ്ടെത്തണമെന്നും PTA ഭാരവാഹികളും സ്കൂൾ അധികൃതരും സർക്കാരിനോടും പോലീസിനോടും ആവശ്യപ്പെട്ടു. ഓൺലൈൻ ഗെയിമുകളുടെയും ഡിജിറ്റൽ ഇടങ്ങളുടെയും കടന്നുവരവ് കുട്ടികളിൽ ഉണ്ടാക്കുന്ന മാനസിക ആഘാതത്തിന്റെ ഞെട്ടിക്കുന്ന ഉദാഹരണമായി ഈ സംഭവം മാറിയിരിക്കുകയാണ്. റെയിൽവേ സ്റ്റേഷനുകൾ, ബസ് സ്റ്റാൻഡുകൾ, മറ്റു പ്രധാന സ്ഥലങ്ങൾ എന്നിവ കേന്ദ്രീകരിച്ച് അയൽ സംസ്ഥാന പോലീസുമായി സഹകരിച്ച് അന്വേഷണം മുറയ്ക്ക് മുന്നോട്ട് കൊണ്ടുപോകാനാണ് SITയുടെ തീരുമാനം.